പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. ജനാധിപത്യ സമൂഹത്തിൽ ഭരണത്തിനെതിരെയും അനീതിക്കെതിരെയും സമരം ചെയ്യാനുള്ള അവകാശം ആർക്കുമുണ്ട്. മോദി സർക്കാർ ഇത് ഒരു പരിധിവരെ അംഗീകരിക്കുകയും സംഭാഷണത്തിന് വാതിൽ തുറന്നിടുകയും ചെയ്യുന്നുമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇത് നീതി നിഷേധിക്കപ്പെടുന്നു. നീതി നിഷേധിക്കപ്പെടുമ്പോൾ ചില മിന്നൽ സമരങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരും രാജ്യം. അത്തരം ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുപ്പിക്കാൻ രാഹുൽ ഗാന്ധി നടത്തിയ പ്രതിഷേധം പോലീസിനെ, അതായത് ഡൽഹി പോലീസിന്റെ സംവിധാനങ്ങളെയാകെ ഞെട്ടിച്ചു. അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഡൽഹി പോലീസിന്റെ കണക്കുകൂട്ടൽ വീണ്ടും തെറ്റിച്ച നീക്കങ്ങളായിരുന്നു രാഹുലിൽ നിന്ന് ഉണ്ടായത്. രാഹുലിന്റെ നീക്കങ്ങളും നിശ്ചയദാർഢ്യവും അളക്കുന്നതിൽ ഡൽഹി പോലീസ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. പെല്ലറ്റ് ആക്രമണത്തിൽ കേസെടുക്കാതെ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോകില്ല എന്ന നിലപാടിൽ രാഹുൽ ഉറച്ചു നിന്നതോടെയാണ് പോലീസിന് വഴങ്ങേണ്ടി വന്നത്. രാഷ്ട്രീയത്തിനപ്പുറം സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനും രാഹുലിന്റെ ഈ നീക്കത്തിനായിട്ടുണ്ട്. തികച്ചും നാടകീയമായിരുന്നു അതുവരെയുള്ള സംഭവങ്ങൾ. ധർണ വിജയിച്ചു മടങ്ങുമ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത്. ഒരു ക്രോസ് റോഡ്സിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് വ്യക്തമാകുകയാണ് ഇതോടെ. മോദിയേക്കാൾ വലിയ നേതാവായി രാഹുൽ ഇതോടെ മാറി എന്നൊന്നും പറയാനാകില്ല. പക്ഷേ ഇപ്പോഴത്തെ ജെൻസി ട്രെൻഡ് മുതലെടുക്കാൻ രാഹുലിനായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ഉത്സാഹം വരുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനും നോക്കുന്നു. നീതി വിവാദത്തെ ചൊല്ലി ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഡൽഹിയിൽ സമരത്തിനെത്തിയവരിൽ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികൾ അല്ലായിരുന്നുവെന്നതാണ് ഒരു സത്യം. രാജ്യത്തിന്റെ ഐക്യത്തിലും അഖണ്ഡതയിലും സുരക്ഷയിലും വിശ്വസിക്കാത്ത മതമൗലികവാദികളും മാവോയിസ്റ്റ് ബന്ധമുള്ള തീവ്രവാദികളും വിഘടനവാദികളുമൊക്കെ ഇതിന്റെ ഭാഗമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. വിദ്യാർത്ഥികളുടെ സമരത്തെ ചിലർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത കോക്രോച്ച് പാർട്ടിക്കാർ തന്നെ പറയുന്ന സ്ഥിതിയുമുണ്ടായി. പ്രശ്നപരിഹാരമല്ല, കുപ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലമാക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുകയുമായിരുന്നു അത്തരക്കാരുടെ ലക്ഷ്യവും. കർഷക സമരത്തിലും ഷഹീൻബാഗ് സത്യാഗ്രഹത്തിലും വാങ്ചുക്കിന്റെ നിരാഹാരവേദിയിലും ഉയർന്ന ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഇതിന് തെളിവുമാണ്. ഇവർക്കെതിരെ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ നുഴഞ്ഞുകയറി സമരം അക്രമാസക്തമാക്കിയവരെ കണ്ടെത്തി പിടികൂടേണ്ടതുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. ആർക്കും അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുകയുമില്ല. പക്ഷേ ജൻസികളുടെ കാതലായ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുമ്പോൾ രാഹുൽ നടത്തിയ മിന്നൽ സമരം പോലെ ചില സമരമാർഗങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. മിന്നൽ സമരം നടത്തി അമിത്ഷായെ മുട്ടുകുത്തിച്ചു എന്ന് പറയാമെങ്കിലും മണിക്കൂറുകൾ രാഹുൽ ഗാന്ധിയെ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ പിടിച്ചിരുത്തി BJP തിരിച്ചു പണികൊടുത്തു എന്ന ആംഗിൾ കൂടി ഇതിനകത്തുണ്ട്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ പ്രത്യേക FIR രേഖപ്പെടുത്താൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി എത്തിയത്. ജൂലൈ 20 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ സാഹിൽ ലോച്ചാബിന് പെല്ലറ്റേറ്റ് ഗുരുതര പരിക്കേറ്റതിന് പിന്നാലെ ഡൽഹി പോലീസിന് പരാതി നൽകിയിരുന്നു. FIR ഇടുകയോ പരാതി ലഭിച്ചതായി രേഖ നൽകുകയോ ചെയ്തില്ല. 17-ന് വീണ്ടും ഇമെയിലിലൂടെയും ഫോൺ വഴിയും ഡൽഹി പോലീസിനെ ബന്ധപ്പെട്ടിട്ടും പ്രയോജനമുണ്ടായില്ല. ഇതേ തുടർന്നാണ് രാഹുൽ ഗാന്ധി വിഷയമേറ്റെടുത്തത്. സാഹിൽ ലോച്ചാബുമായി ആദ്യം രാഹുൽ ഗാന്ധി മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലെത്തി. രാഹുലിനെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു പോലീസിന്റെ ആദ്യ പ്രതികരണം. മുകളിൽ നിന്ന് നിർദ്ദേശമുള്ളതിനാൽ കേസെടുക്കാനാവില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന DCP ഓഫീസിനെ സമീപിക്കാനും നിർദ്ദേശം കൊടുത്തു. ചെറിയ ദൂരം നടന്നാണ് രാഹുൽ DCP ഓഫീസിൽ എത്തിയത്. കേസെടുക്കാത്തതിന് ഇവിടെ DCP സച്ചിൻ ശർമ്മയോട് രാഹുൽ കയർത്തു. ചർച്ച പരാജയപ്പെട്ടതോടെ 12 മണിയോടെ രാഹുൽ പ്രതിഷേധം ആരംഭിച്ചു. ആദ്യം DCPയുടെ ഓഫീസ് മുറിക്ക് മുന്നിൽ നിലത്ത് കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. പിന്നീട് രാഹുലും പ്രിയങ്കയും സാഹിൽ ലോച്ചാബും സാഹിലിന്റെ അമ്മയും 4 കസേരകളിലായി DCP ഓഫീസിന്റെ മുന്നിലിരുന്നു. രാഹുലിന്റെ ഈ ധർണ നീക്കം പോലീസ് പ്രതീക്ഷിച്ചതേയല്ല. സന്ധ്യ വരെ രാഹുൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇരുന്നതോടെ പോലീസ് കുഴങ്ങി. ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് വരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ നീണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ രാഹുലിന്റെ ധർണയറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതലായി എത്തിയതോടെ പോലീസ് നിസ്സഹായരായി. പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോഴും ഒട്ടേറെ പ്രവർത്തകർ ഇവിടേക്ക് ഇരച്ചുകയറി.
കോൺഗ്രസ് പ്രവർത്തകർ രഘുപതി രാഘവ രാജാറാം ആലാപനം തുടങ്ങിയതോടെ സമരാവേശം ഇരട്ടിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പോലീസിനുമെതിരെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. CRPFിലെ ദ്രുതകർമ്മസേന കണ്ണീർവാതകം ഉൾപ്പെടെയുള്ള സജ്ജീകരണവുമായി സ്ഥലത്തേക്ക് എത്തിയെങ്കിലും സംയമനം പാലിച്ചു. ഇതിനിടയിൽ തന്നെ പലതവണ പോലീസ് ചർച്ചകൾക്കായി രാഹുലിനെ വിളിച്ചുവെങ്കിലും പ്രിയങ്കയാണ് പങ്കെടുത്തത്. ഒടുവിൽ 5 മണി കഴിഞ്ഞപ്പോൾ കേസെടുക്കാൻ പോലീസ് സമ്മതിച്ചുവെന്ന സൂചന പുറത്തുവന്നു. എന്നാൽ രേഖാമൂലം അത് ലഭിക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ രാഹുൽ ഉറച്ചുനിന്നു. വൈകിട്ട് 6ഓടെ പ്രിയങ്കയുമായി ചർച്ചയ്ക്ക് ശേഷം സാഹിൽ ലോബ്ചാബിനെ DCPയുടെ മുറിയിലേക്ക് വിളിച്ച് മൊഴിയെടുത്തു. പിന്നീട് FIR പുറത്തുവിട്ടു. ഒരു ദിവസം നീണ്ട പ്രതിഷേധത്തിന് സന്ധ്യയോടെയാണ് അവസാനമായത്. കേസെടുക്കാൻ പോലീസ് തയ്യാറായത് നീതിയിലേക്കുള്ള ആദ്യ കാൽവെപ്പാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സമ്മതം ലഭിച്ച ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. ധർണ നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അരാജക രാഷ്ട്രീയമാണ് അവലംബിക്കുന്നത് എന്നാണ് BJP കുറ്റപ്പെടുത്തിയത്. അദ്ദേഹത്തിന് നിയമവാഴ്ചയിൽ വിശ്വാസമില്ല എന്നും പ്രീണന രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. വന്ദേമാതര വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് രാഹുലിന്റെ ധർണ എന്നാണ് BJP എടുത്തിരിക്കുന്ന നിലപാട്. അതേസമയം രാജ്യത്തെ യുവ വോട്ടർമാരോടുള്ള രാഷ്ട്രീയ സമീപനത്തിൽ ശ്രദ്ധേയമായ മാറ്റമാണ് രാഹുൽ ഗാന്ധി വരുത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. യുവജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് കൂടുതൽ ജനകീയ വിഷയങ്ങളിൽ പങ്കാളിയാവുക എന്ന തന്ത്രമാണ് രാഹുൽ ഗാന്ധി പരീക്ഷിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജെൻസി തലമുറയെയും സ്ത്രീകളെയും ലക്ഷ്യമാക്കി നേരിട്ടുള്ള സംവാദങ്ങൾക്കും ഡിജിറ്റൽ ഇടപെടലുകൾക്കും പ്രാധാന്യം നൽകുന്നതാണ് രാഹുലിൻ്റെ പുതിയ തന്ത്രം. പൊതുയോഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിദ്യാർത്ഥികളുടെ ദൈനംദിന ആശങ്കകൾ നിലനിൽക്കുന്ന വിഷയങ്ങളിലേക്കാണ് രാഹുൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മത്സര പരീക്ഷകളിലെ പ്രതിസന്ധി, ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികൾ എന്നീ വിഷയങ്ങളാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. യുവാക്കളുമായി നേരിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഈ പുതിയ ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാവി രാഷ്ട്രീയ തന്ത്രങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ യുവ വോട്ടർമാരിലേക്കുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തിൽ ശ്രദ്ധേയമായ മാറ്റം പ്രകടമാണ്. സമീപകാലത്ത് പുനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന പരിപാടികളിൽ യുവതികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിലാണ് കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കരിയർ മുന്നേറ്റത്തിലെ വെല്ലുവിളികൾ, സ്ത്രീ സുരക്ഷ, സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ എന്നിവയെക്കുറിച്ച് തുറന്ന സംവാദങ്ങൾക്ക് പ്രത്യേക വേദി ഒരുക്കി. പുനെയിലെ ഈ ചർച്ചയിലേക്ക് കൂടുതൽ യുവതികളെ രാഹുൽ ഗാന്ധി ക്ഷണിച്ചിരുന്നു. ചെറിയ പ്രായത്തിലെ വിവാഹം, സുരക്ഷയില്ലായ്മ, ആരോഗ്യ സൗകര്യങ്ങളുടെ കുറവ്, വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളിലെ നിയന്ത്രണങ്ങൾ തുടങ്ങിയ ആശങ്കകളാണ് ചർച്ചയിൽ പ്രധാനമായും ഉയർന്നത് എന്ന് രാഹുൽ പങ്കുവച്ചിരുന്നു. സാധാരണയായുള്ള പ്രസംഗങ്ങൾ ഒഴിവാക്കി നേരിട്ടുള്ള സംവാദങ്ങളിലൂടെ യുവ വോട്ടർമാരുമായി ബന്ധം സ്ഥാപിക്കുകയാണ് ഈ നീക്കങ്ങളുടെ ലക്ഷ്യം. ഗിഗ് ഇക്കോണമിയിലെ അനിശ്ചിതത്വം മുതൽ മാനസികാരോഗ്യം വരെ ഉൾപ്പെടുന്ന സമകാലീന വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ചർച്ചകളിൽ ഉൾപ്പെടുന്നത്. യുവാക്കളുമായും ഭാവിയിലെ വോട്ടർമാരുമായും കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ സമീപനം പുതിയ രാഷ്ട്രീയ ദിശ തന്നെ തെളിയിക്കുമെന്നാണ് കരുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭരണകാലം അവസാന ഘട്ടത്തിലാണ് എന്ന് രാഹുൽ ഗാന്ധി ബുധനാഴ്ച ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ അന്ത്യം സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞുവെന്നാണ് രാഹുൽ അന്ന് പറഞ്ഞത്.